ഹലോ, ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിൽ കുറേ സെറ്റിങ്സുകളുണ്ട്. അതായത് നിങ്ങൾ ഓരോന്നും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇതിലുള്ളൊരു മാർഗം. ഇതിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ കാലിഗ്രാഫ് ആർട്ട് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ കറക്റ്റ് നമ്മളൊരു ചിത്രം വരഞ്ഞ പോലെ കിട്ടും. അതിൻ്റെ പിന്നെ ജസ്റ്റ് ഒന്ന് കളറിങ്ങും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അതിനെ ഭംഗിയാക്കാനും പറ്റും. അതായത് ശരിക്കും നല്ല രസകരമായ കുറേ ഫോട്ടോസ് ചെയ്യാൻ ഇതായിട്ട് പറ്റും. അതൊന്ന് എപ്പോഴെങ്കിലും ഗ്യാപ്പിലൊന്ന് ചെയ്ത് നോക്കുക എന്നാണ് ഈ കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ശരിക്കും അതിൻ്റെ ഒപ്പാസിറ്റി അതേപോലെ ഫില്ലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല പിക്ചർ കിട്ടും. ഓക്കെ, അല്ലേ? അതിൻ്റെ ഡെപ്ത് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നല്ല അത് നമ്മൾ വരച്ച അതേപോലെ കിട്ടും. അതും ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ഇരുന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം പോലെ നോക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ പിന്നെ പെൻസിൽ ആർട്ട് ഉണ്ട്. പെൻസിൽ ആർട്ടും അതേപോലെ കാലിഗ്രാഫിൻ്റെ പോലെ വേറെ സംഭവം. പെൻസിൽ ആർട്ട് രസമാണ്. അത് എററായി. ഫ്രീ ഹാൻഡ് ആർട്ട് ഇങ്ങനെ കുറേ ഉണ്ട്. എന്തായാലും നിങ്ങൾ സൗകര്യം പോലെ ഓരോന്നും നോക്ക്. ബ്രഷ് സ്ട്രോക്സ്, കളർ എഡ്ജ്, വാം സ്കെച്ച്, ഒക്കത്തിനും വാം സ്കെച്ച് കണ്ടിന്യൂ കൊടുക്കുക. ഇനി അതിൻ്റെ ബ്രൈറ്റ്നസ് അതൊക്കെ ഇത് തന്നെ വരും. ബ്രൈറ്റ്നസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഇത് തന്നെ വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ അതിൽ ചേഞ്ചസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇത് വന്നത് എങ്ങനെയാ വെച്ചാൽ ഓരോന്നും ആ ലെയറുകൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിയാൽ മതി. അവ ഏതെങ്കിലും വേണ്ടാത്ത ലെയർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞിട്ട് മെർജ് ചെയ്യുക. മെർജ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ പോയിട്ട് ഫ്ലാറ്റൺ ഇമേജ് കൊടുക്കുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്നാവും. എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, കുറേ ഉണ്ട്. ഡ്രൈ ബ്രഷ്, എഡ്ജ്, ഗ്രാഫിക് പെന്ന്, ഓയിൽ പെയിൻറ്റിങ്. ഓയിൽ പെയിൻറ്റിങ് നോക്കാം. ഓയിൽ പെയിൻറ്റിങ് ആക്റ്റീവ് ആണില്ല. അത് ആക്റ്റീവ് ആകാത്തതിൻ്റെ കാരണം ഒന്ന് ഈ ഫോട്ടോ പറ്റാത്തതാണ്. ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ മുഖത്ത് കാണുന്നുണ്ടാവില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, കാണാത്തതിൻ്റെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണ്ടതുപോലെ ഓരോന്ന് ചെയ്ത് നോക്കുക. ആർട്ടിസാൻ എഫക്റ്റ് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ മറ്റു കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അഡ്വാൻസായിട്ട്, അതായത് ഫോട്ടോഷോപ്പ് മുഴുവനായിട്ടും അതേപോലെ ക്യാമറ റോ മുഴുവനായിട്ടും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിവരം അറിയിക്കുക. അങ്ങനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് വരുന്നുണ്ട്. നമ്മളത് പിന്നെ ഇതുപോലത്തെ 15 ക്ലാസ്സിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല. അത് ശരിക്കും പിന്നെ ഫുൾ ലെങ്ത് ക്ലാസ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ മിനിമം വരുന്നുണ്ട് ആ ക്ലാസ്സുകളൊക്കെ കൂടി. അതിൽ കുറേയേറെ പറയാനുമുണ്ട്. ഇത് ഫോട്ടോഷോപ്പിൻ്റെ തന്നെ ഓരോ, ഇപ്പോൾ ഉദാഹരണത്തിനൊന്ന് കാണിച്ചു തരാം. ഒരു ഇത് വർക്ക് ചെയ്താണോ? ഓക്കെ, ഇത് ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ക്യാമറ റോയിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ റോയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ഇതിൽ എൻഹാൻസ് എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി
ഫേസൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി കുറേ പണിയെടുത്തില്ലേ, ആ കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. കണ്ടല്ലേ? അത് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് ചെയ്തു. ഇനി അതേപോലെ നമുക്ക് പിന്നെ സബ്ജക്റ്റിന് മാത്രമായിട്ടൊന്ന് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. സബ്ജക്റ്റ് എൻഹാൻസിങ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സെക്കൻഡ്. ഓക്കെ, സബ്ജക്റ്റിനെ മാത്രമായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ കാണാം, അതിലിങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. സിംഗിൾ കളറാക്കാം. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ അത് നല്ല ഭംഗിയാക്കാം. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യണ പോലെ ഓരോന്ന് എടുത്ത് ടച്ച് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ഈ പുതിയ പാക്കേജിൽ നമ്മൾ ഫുൾ ക്ലാസ്സിൽ ഇതെല്ലാം വരും. അതായത് പിന്നെ ഈ പ്ലഗിൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും. അതേപോലെ ഇത് ആൾ ഓവറായിട്ടൊരു വരുന്നൊരു സാധനം ഉണ്ട്. അതായത് ശരിക്കും ഫേസിനെയും പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടിനെയും എല്ലാം കൂടെ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇതിലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ സാധനമായിട്ട് അതായിട്ട് മാറും. ഇതൊക്കെ നോക്കിയേ, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓക്കെ ആയി. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ടോ? അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ ഉണ്ട്. മെനി മോർ, അതായത് നിറയെ സാധനങ്ങളുണ്ട്. പ്ലഗിൻസ് കുറേ ഉണ്ട്. പിന്നെ ഇത് വേറെ ലൈറ്റാണ് ഉണ്ടല്ലേ. ഇതൊക്കെ ജസ്റ്റ് വൺ ക്ലിക്കിലാണ്. അതിൽ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് കറക്റ്റ് സേവ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ അതിൽ ഈ സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ, ഈ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മേലെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി നിൽക്കുക, അത് സ്റ്റാർ കൊടുത്താൽ ആ സ്റ്റാറുകളൊക്കെ പിന്നെ മേലെ വരും. ഇതുണ്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഇതൊക്കെ സ്റ്റാർ അടിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏത് വേണം ചിലപ്പം ഓരോ ഫോട്ടോ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ സ്റ്റാർ അടിച്ച് വെക്കുന്നതാണ്. അത് ഏതാണോ ബെറ്റർ അതേ ലെവലിൽ ആ സാധനം അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കിട്ടും. പിന്നെ നമുക്ക് സേവ് ചെയ്തിട്ട് അതേപോലെ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരും. പിന്നെ വരുന്നത് അഡോബ് ബ്രിഡ്ജിൽ അഡോബ് ബ്രിഡ്ജ് 2026 ആണ് ഇപ്പോൾ ഇതിലുള്ളത്. ഓക്കെ, ബ്രിഡ്ജിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കുറേ ഫോട്ടോസ് സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ഫോട്ടോ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ചെയ്ത് വെച്ചൊരു ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഫോട്ടോ എടുക്കാം. ലൈവ് ക്ലാസ് തന്നെ ആയിക്കോട്ടെ. ഇത് വർക്ക് ചെയ്ത സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ വരും. നമ്മൾ വർക്ക് ചെയ്ത് വെച്ച ഇത് രണ്ടും വർക്ക് ചെയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്നെടുത്ത് ചെയ്യാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോട്ടോയിൽ എന്താണോ കൂട്ടേണ്ടത് എന്താണോ കുറക്കേണ്ടത് നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ നടത്തി നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ചെയ്തു വെച്ച കുറേ സാധനങ്ങൾ HMS, അതായത് ഹൈലൈറ്റ്സ്, മിഡ് ടോണ്, ഷാഡോസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്